കട്ടപ്പന YMCA കുടുംബസംഗമവും ബയോക്ഷേമം പബ്ലിക് റിലേഷൻ പ്രൊജക്ട് ഉദ്ഘാടനവും 2026-27 വർഷത്തെ ഭാരവാഹികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയും നടന്നു. ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന YMCA ഹാളിൽ വെച്ചാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. കട്ടപ്പന YMCA പ്രസിഡന്റ് KJ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന അലയൻസ് ക്ലബ്ബ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, റോട്ടറി ക്ലബ്ബ്, JCs പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ YMCA ആ നിലയിൽ നിൽക്കുമ്പോഴും കുറച്ചുകൂടി മഹത്തരമാകുന്നത് ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ചും ക്രിസ്തീയ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ക്രിസ്തീയ ദർശനങ്ങളെ പരമാവധി യുവസമൂഹത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ആത്മീയതയെ വളർത്തി മുന്നോട്ട് പോകണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രൂപീകൃതമായ ഏറ്റവും പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് YMCA നിലനിൽക്കുന്നത്. ആ തരത്തിൽ ഉന്നതമായ മൂല്യങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുന്നു, സാധാരണക്കാരോട് ചേർന്ന് നിൽക്കുന്നു, അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ്. വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും അക്കാദമിക് മികവ് പുലർത്തിയ കുട്ടികളെയും യോഗത്തിൽ ആദരിച്ചു. വയോക്ഷേമം പബ്ലിക് റിലേഷൻ പ്രോജക്ട് ഉദ്ഘാടനം നാഷണൽ റൂറൽ YMCA വൈസ് ചെയർമാൻ ജോർജ് ജേക്കബ് നിർവഹിച്ചു. 2026-27 വർഷത്തെ കട്ടപ്പന YMCA ഭാരവാഹികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് നാഷണൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പ്രകാശ് തോമസ് നേതൃത്വം നൽകി. 2026-27 വർഷത്തെ പ്രസിഡന്റായി സൽജു ജോസഫ് ചുമതലയേറ്റു. അക്കാദമിക് മികവ് നേടിയ കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർമാൻ ജോയി വെട്ടുകുഴി മെറിറ്റ് അവാർഡ് നൽകി. കൂടാതെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും യോഗത്തിൽ ആദരിച്ചു. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് നോമിനേഷൻ കമ്മിറ്റി ചെയർമാൻ ജോർജ് കുട്ടി പൗലോസ് നേതൃത്വം നൽകി. നാഷണൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് റിസോഴ്സ് മൊബിലൈസേഷൻ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ UC തോമസ്, ഫാദർ സതീഷ് വിൽസൺ, ഫാദർ ജിജിൻ വർഗീസ്, ഷെമിൽ MA, PD തോമസ്, ടോമി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. PM ജോസഫ്, ലാൽ പീറ്റർ, ടോമി ഫിലിപ്പ്, സുനിൽ മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.